ഇപ്പോൾ താങ്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ താങ്കളുടെ പ്രവർത്തനവും എല്ലാം നോക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ മാത്രമല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ കരുതുമ്പോൾ ഇപ്പോൾ ഈ രാജ്യത്ത് പല സ്റ്റേറ്റുകളിൽ പലതരത്തിലുള്ള സർക്കാരുകൾ, പല രാഷ്ട്രീയമുള്ള സർക്കാരുകൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സർക്കാർ ഭരിക്കുമ്പോൾ മാത്രം വികസനം എന്നുള്ളതല്ലല്ലോ. സെൻട്രൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റുകൾ ചിലപ്പോൾ പലതായിരിക്കും. പക്ഷെ അവിടെയാണെങ്കിലും എന്തെങ്കിലും തരത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരനാണോ താങ്കൾ? ഞാൻ എപ്പോഴും കേരള മുമ്പോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഞാൻ ഇന്നും പറയുന്നു, ഇപ്പോൾ നരേന്ദ്രമോദിജി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യാത്ത ഒരു സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ പ്രോബ്ലം അതല്ല, യൂണിയൻ ഗവൺമെൻറ് അല്ല. ഇവരുണ്ടാക്കുന്ന ഒരു ഭയങ്കര എക്സ്പ്ലനേഷൻ, ഒരു ഡ്രാമ ചെയ്യും. ശരിക്കും എന്താണ് പ്രോബ്ലം? ഇവിടുത്തെ സർക്കാർ, സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കണോമിക് മാനേജ്മെൻറ്റിൻ്റെ കാരണം, ഇക്കണോമിക് മിസ്മാനേജ്മെൻറ്റ് കാരണം നമ്മൾ ഒരു ഇക്കണോമിക് ഇംപാസിലാണ് എത്തിയിരിക്കുന്നത്. ഒരു ഡെറ്റ് ക്രൈസിസ്. ഞാനൊരു സ്ട്രോങ് ഫ്രേസ് ഉപയോഗിക്കാൻ പോകുന്നത്, നമ്മൾ ആക്ച്വലി ശരിക്കും ഇതൊരു ഇക്കോണമി അല്ല, ഒരു പോൺജി സ്കീമാണ്. കടം വാങ്ങുന്നു, കടത്തിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് ബാക്കി ഉള്ള കാശ് കൊണ്ട് കുറച്ച് ശമ്പളം കൊടുക്കുന്നു. കടം വാങ്ങാൻ കഴിയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഫുൾ സ്റ്റോപ്പ് ബ്രേക്ക് ഇട്ട് നിർത്തും. ആ സ്ഥിതി എങ്ങനെ എത്തി? ഇവിടെ അടുത്തല്ല കർണാടക, തമിഴ്നാടു. തമിഴ്നാടിൻ്റെ തീരദേശത്തിൽ എന്താണ് അവർക്ക് ഈ കടലാക്രമണത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ കാശ്? എന്താ നമുക്ക് അതേ വെസ്റ്റ് കോസ്റ്റിൽ, ഈസ്റ്റ് കോസ്റ്റിൽ പ്രോബ്ലം ഇല്ല. വെസ്റ്റ് കോസ്റ്റിൽ കടലാക്രമണം ഉണ്ടാക്കാൻ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ഇവിടെ സംസ്ഥാന സർക്കാർ കാശില്ല. അപ്പം ഇവിടെ ഒരു ഇക്കണോമിക് ക്രൈസിസ് ആണ്. ഇതൊരു ഐഡിയോളജി ഒന്നുമല്ല. അതുകൊണ്ട് ഇതിന് ഡിസ്ട്രാക്ട് ചെയ്യാനാണ് ഇത്. എല്ലാ ഇഷ്യൂസിനും സെൻട്രൽ ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യുക. ഇന്ന് ഞാൻ അഷ്വറൻസ് തരുന്നു, നരേന്ദ്രമോദിജിക്ക് ഒരു ഡൗട്ടും ഇല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് സക്സീഡ് ചെയ്യില്ലെങ്കിൽ വികസിത് ഭാരത് എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും ഒരു മിഷൻ, ഒരു ദൗത്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരള ഒരു വികസിത് കേരളമാവണമെന്ന് നമുക്കൊരു ഒരു താല്പര്യമുണ്ട്, ഒരു ഡിസയർ ഉണ്ട്. ബട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് നടക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യും? അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഗവർണൻസ് മെക്കാനിസം അതിൽ മാറ്റം വന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ BJP അധികാരത്തിലില്ല, മറ്റൊരു സർക്കാരാണ്, മറ്റൊരു രാഷ്ട്രീയമുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ഇവിടെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ സർക്കാരിനോട് ഞങ്ങൾ സഹായിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് ഈ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ സഹായിക്കും, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തൂ എന്ന് പറയാൻ എന്താണുള്ളത്? ഞാൻ ഏറ്റവും വലിയ സഹായം അവർ റിസൈൻ ചെയ്തിട്ട് അവിടെ ഗവൺമെന്റ് മാറ്റണം. അതാണ് സഹായം. എല്ലാവർക്കും വേണ്ടതെന്താ? എന്ത് സഹായം? ഞാനിപ്പോൾ അത് പോയി പറഞ്ഞാൽ റിയലിസ്റ്റിക്, നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ സംസാരിക്കാം. ഞാൻ തയ്യാറാണ് പറയാൻ. ആശാ വർക്കേഴ്സിന് ഞാൻ അവിടെ പോയി ഞാൻ എന്താ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ അവർ കൂടെ ഡയലോഗ് ചെയ്യണം. അവർ നമ്മുടെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് അല്ലേ? ഇല്ല, സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നില്ല, അവർ ഈ ചില്ലറ കാശ് കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ബ്ലെയിം ചെയ്യണോ? അങ്ങനത്തെ സ്ഥിതി ആയിരിക്കുന്നോ? സെൻട്രലിന് പൈസ കിട്ടാനുണ്ട്, അപ്പൊ വേറെ കാശൊന്നുമില്ലേ? അപ്പോ ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ചെക്ക് കുറച്ച് ഡിലേ ആയി പോയാൽ നമ്മൾ ആശാ വർക്കേഴ്സിന് കാശ് കൊടുക്കില്ല എന്നാ പറഞ്ഞു. ആശാ വർക്കേഴ്സ് ആരുടെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സാ? അത് കേരള ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ പണിയെടുക്കുന്നത്? ഡൽഹിന്റെ മിനിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്? ഇതെല്ലാം ഒരു റിഡിക്കുലസ് സ്റ്റേറ്റ്മെന്റ്സാണ്. ഇതിൻ്റെ എല്ലാം ബേസിസ് എന്താണ്? ഇവിടെ ഒരു ഇക്കണോമിക് ഫിസ്ക്കൽ ബാങ്ക്രപ്സിന്റെ സിറ്റുവേഷനാണ്. കാശില്ല, അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യണം. അതിന് സെൻട്രൽ ഗവൺമെന്റ് 1000% സഹായിക്കാൻ തയ്യാറാണ്. അന്ന് പിണറായി വിജയൻജിയും ഗവർണറും ഫൈനാൻസ് മിനിസ്റ്ററും മീറ്റ് ചെയ്തില്ലേ? ഞാൻ അത് TV യിൽ കാണുന്നതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ കടം വാങ്ങാൻ ഒരു പെർമിഷൻ ചോദിച്ചു. 3 ദിവസത്തിൽ കടം വാങ്ങാൻ പെർമിഷൻ കൊടുത്തു. അപ്പോൾ അത് സപ്പോർട്ടല്ലേ? അതുകൊണ്ട് അതല്ല ഇഷ്യൂ ഇക്കണോമിക് മാനേജ്മെന്റ് വേഴ്സസ് ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഐഡിയോളജിക്കൽ ഫുട്ബോൾ കളിച്ച് ഇനി ഒരു വരുന്ന 5 കൊല്ലം അത് ചെയ്താൽ സ്ഥിതി കുറച്ചൊരു ഇറക്കവറബിൾ ആവുമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ തന്നെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട് ഫിനാൻഷ്യൽ പാക്കേജിന്റെ കാര്യത്തിൽ
പൈസ അനുവദിക്കുന്നു എന്ന് പറയുന്നു, അത് വായ്പയായിട്ട് അനുവദിക്കുന്നു. മാർച്ച് 31 മുമ്പ് യൂട്ടിലൈസേഷൻ നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തോടുകൂടിയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിന് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പൈസ അനുവദിച്ചിട്ട് കേരളം എങ്ങനെ ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ ഇന്ന് ഇതിപ്പോ എല്ലാ ഡിസ്പ്യൂട്ടും ഞാൻ കഴിയില്ല. നോക്കി, ഞാൻ സിൻസിയറായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇലക്ഷൻ 26-ന് ഇലക്ഷൻ വരുമ്പോൾ ഇതെല്ലാം കുറച്ച് ജാസ്തിയായിട്ട് റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞത് എല്ലാം ഡിസ്ട്രാക്ട് ചെയ്യാൻ ഓരോന്ന് വരും. ഇവിടെ എന്താ തൊഴിൽ വരാത്തത്, ഇവിടെ എന്താ ഇൻവെസ്റ്റ്മെന്റ് വരാത്തത്, ഇവിടെ എന്താണ് 8 കൊല്ലമായിട്ട് 1 ലക്ഷം കോടിന്റെ ലോസ് സംസ്ഥാന സർക്കാർ അവർ കോർട്ടിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അത് എന്തുകൊണ്ട്? അതിലെല്ലാം സെൻട്രൽ ഗവൺമെന്റിന് ഒരു റോളില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇന്ന് എൻ്റെ സ്പീച്ചിൽ ഒരു വാക്കും CPM കോൺഗ്രസിനെ പറ്റി പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ജനങ്ങളാണ് ഇത് പോയി കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ എന്ത് ചെയ്തു 11 കൊല്ലം? ഇവിടെ പിണറായി വിജയൻ 9 കൊല്ലം എന്ത് ചെയ്തു? ജനങ്ങൾ വെടിയൊന്നുമില്ല, ജനങ്ങൾ മനസ്സിലാക്കും, അവര് തീരുമാനിക്കട്ടെ. ഈ BJPയുടെ ഇലക്ട്രൽ പ്രോസ്പെക്ട്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 12% നിയമസഭയിൽ ലോക്സഭയിൽ, അതിനുശേഷം 15% നിയമസഭയിൽ വോട്ട് നേടുന്നു. ഇപ്പോൾ 19% വോട്ട് നേടുന്നു. ഇപ്പോൾ ഒരു ലോക്സഭാ സീറ്റ് ജയിച്ചിട്ടുണ്ട്. അതിന് മുൻപ് 2016 ഒരു നിയമസഭാ സീറ്റ് ജയിച്ചിരുന്നു. 2021 അത് തോറ്റു. അപ്പൊ ഇതിങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത BJPയുടെ ഒരു പ്രകടനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ താങ്കൾക്ക് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അല്ല, ബ്രേക്ക് ത്രൂ ഉണ്ടാക്കണം, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ സ്റ്റേറ്റസ് കോ നടത്താനല്ലല്ലോ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, എനിക്ക് തന്ന ദൗത്യം ഇതാണ്. NDA BJPന്റെ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരണം. അതാണ് എൻ്റെ മിഷൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെറുതെ രാഷ്ട്രീയം കളിക്കാനും തെറി പറയാനും പ്രസ് കോൺഫറൻസ് നടത്താനല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ടീമായിട്ട് ഹൈക്കമാൻഡിൻ്റെ ഡൽഹി സെൻട്രൽ BJPന്റെ സപ്പോർട്ടുണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ദൗത്യം, ഒരു ക്ലിയർ ആയിട്ടൊരു മിഷൻ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം ഞങ്ങൾ അധികാരത്തിൽ വരാൻ ശ്രമിക്കും. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറയും, ഞങ്ങളാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ഫ്രണ്ട്, NDA ആയ മുന്നണി. അത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യും.